നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിന് 48 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറും ഗലീല കടലിന് 64 കിലോമീറ്റർ വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന ഹെർമോൺ പർവ്വതം. ഇതിന് ചരിത്രപരമായ പ്രാധാന്യം വളരെയേറെയാണ്. യേശു രൂപാന്തരീകരണം നടത്തിയ സ്ഥലമാണ് ഇത് എന്നാണ് പരക്കെയുള്ള വിശ്വാസം. യേശുവിന്റെ ദിവ്യ സ്വഭാവം അവന്റെ ശിഷ്യന്മാരായ പത്രോസിനും ജെയിംസിനും യോഹന്നാനും വെളിപ്പെടുത്തിയ സുപ്രധാന സംഭവമാണ് ഇത്. ബൈബിൾ അനുസരിച്ച് യേശു പത്രോസിനെയും ജെയിംസിനെയും യോഹന്നാനെയും ഒരു ഉയർന്ന പർവ്വതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു. ഇത് ഹെർമോൺ പർവ്വതമാണ്. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഹെർമോൺ പർവ്വതത്തിന് മുകളിൽ എത്തിയിരിക്കുകയാണ്. ഹെർസി ഹലേവി, നോർത്തേൺ കമാൻഡ് മേധാവി ഓറി ഗാർഡിൻ, ASI ഡയറക്ടർ റോണർ ബാർ എന്നിവരും നെതന്യാഹുവിനൊപ്പം ഇപ്പോൾ ഉണ്ട്. ക്രിസ്ത്യാനികൾക്കും ജൂതർക്കും ഏറെ പ്രിയപ്പെട്ട സ്ഥലമാണ് ഇത്. ഇസ്രയേലിന്റെ രൂപീകരണത്തിനു ശേഷം സിറിയയിൽ ആദ്യമായി എത്തുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിയാണ് നെതന്യാഹു എന്ന പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഹെർമോൺ മലനിരകളിൽ നെതന്യാഹുവും ഇസ്രയേൽ കാറ്റ്സും മറ്റ് സൈനിക മേധാവികളും എത്തിയത് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഹെർമോൺ മലനിരകൾ ഉൾപ്പെട്ട ഈ പ്രദേശങ്ങൾ തിരിച്ചു കൊടുക്കില്ല എന്നാണ് നെതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഗോലാൻ കുന്നിലും ഹെർമോണിലും ഇനി ഇസ്രയേൽ സൈന്യം നിലനിൽക്കും എന്ന് ഇസ്രയേൽ കാറ്റ്സും ഉറപ്പുവരുത്തി. ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പു നൽകുന്ന മറ്റൊരു ക്രമീകരണം കണ്ടെത്തുന്നതുവരെ ഞങ്ങൾ ഇവിടെ തുടരും എന്നാണ് നെതന്യാഹു തന്റെ സന്ദർശന സമയത്ത് പറഞ്ഞത്. സിറിയയുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മഞ്ഞുമൂടിയ കൊടുമുടിയിൽ നിന്നാണ് നെതന്യാഹു ചൊവ്വാഴ്ച ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. 53 വർഷം മുമ്പ് താൻ ഒരു സൈനികൻ എന്ന നിലയിൽ ഹെർമോൺ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ എത്തിയിരുന്നു എന്നും എന്നാൽ സമീപകാല സംഭവങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇസ്രയേലിന്റെ സുരക്ഷയിൽ പർവ്വതത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചുവെന്നും നെതന്യാഹു പറഞ്ഞു. കോട്ടകൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സൈനിക ഒരുക്കങ്ങൾ എത്രയും വേഗം ഈ മേഖലയിൽ ഒരുക്കുമെന്ന് നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. സമീപത്തും അകലെയുമുള്ള ശത്രുക്കളെ തിരിച്ചറിയാനുള്ള ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ കണ്ണുകളാണ് ഹെർമോൺ കൊടുമുടി. സിറിയൻ പ്രദേശത്ത് ഏകദേശം 400 ചതുരശ്ര കിലോമീറ്റർ, ഏകദേശം 115 ചതുരശ്ര മൈൽ ദൂരത്തേക്ക് സൈനികവൽക്കരിക്കപ്പെട്ട ബഫർ സോൺ നിയന്ത്രിക്കാൻ ഇസ്രയേലി സൈന്യം നീങ്ങിത്തുടങ്ങി. സിറിയൻ പ്രസിഡന്റ് ബഷാർ അസദിനെ വിമതർ പുറത്താക്കിയതിന് പിന്നാലെ ഇസ്രയേൽ പിടിച്ചടക്കിയ ഗോലാൻ കുന്നുകളുടെ അതിർത്തിയിൽ തെക്കൻ സിറിയയുടെ ഒരു ഭാഗം ഇസ്രയേൽ പിടിച്ചെടുത്തിരുന്നു. 1967 മുതൽ ഇസ്രയേൽ കൈവശം വയ്ക്കുന്ന ഗോലാൻ കുന്നുകളിൽ പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കുമെന്നും ഗോലാൻ കുന്നും ഹെർമോൺ പർവ്വത താഴ്വരകളും ഇസ്രയേലിന്റെ ശക്തി കേന്ദ്രമാക്കുമെന്നും ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു. 1974 UN മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ഡീമിലിറ്ററൈസ്ഡ് സോണായി പ്രഖ്യാപിച്ച മേഖലയിലേക്ക് ഇസ്രയേൽ സൈന്യം ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. 1973 മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിനു ശേഷം UN സൃഷ്ടിച്ചതാണ് സിറിയയ്ക്കും ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള ഗോലാൻ കുന്നുകൾക്കും ഇടയിലെ ബഫർ സോൺ. ഏകദേശം 1100 സൈനികരടങ്ങുന്ന UN സേന അന്നു മുതൽ പ്രദേശത്ത് പട്രോളിംഗ് നടത്തിവരുന്നുണ്ട്. ഗോലാൻ ശക്തിപ്പെടുത്തുന്നത് ഇസ്രയേൽ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്നതിന് തുല്യമാണെന്നാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. 1967 6 യുദ്ധത്തിലാണ് ഗോലാൻ കുന്നുകളുടെ ഭൂരിഭാഗവും ഇസ്രയേൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തത്. രാജ്യാന്തര തലത്തിൽ ഇസ്രയേലിന്റേത് അനധികൃത കുടിയേറ്റമായാണ് കണക്കാക്കുന്നതെങ്കിലും 2019 അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗോലാൻ കുന്നുകളിൽ ഇസ്രയേലിന്റെ സ്വയം ഭരണാധികാരത്തെ പിന്തുണച്ചിരുന്നു. ചരിത്രത്തിൽ ജൂതരോട് ചെയ്ത അനീതിക്കുള്ള മറുപടിയായാണ് ഇപ്പോൾ ഗോലാൻ കുന്നുകളും ഹെർമോൺ മലനിരകളും പിടിച്ചെടുത്തത് എന്നാണ് ഇസ്രയേൽ പറയുന്നത്. 1947 അലപ്പോ അറബ് കലാപത്തിൽ 100 കണക്കിന് ജൂതന്മാരെ കൊല്ലുകയും 1000 കണക്കിന് വീടുകളും കടകളും നശിപ്പിക്കുകയും ചെയ്തിരുന്നു. പലായനം ചെയ്യാൻ ശ്രമിച്ചവരെ പോലും സിറിയൻ ഭരണകൂടം പിടികൂടി വധിക്കുകയാണ് ചെയ്തത്. ജൂതന്മാർക്കെതിരായ മറ്റ് അടിച്ചമർത്തൽ നടപടികളിൽ അവരെ സർക്കാർ സേവനത്തിൽ നിന്ന് തടയുക, ടെലിഫോണുകളോ ഡ്രൈവിംഗ് ലൈസൻസുകളോ സ്വന്തമാക്കാൻ അനുവദിക്കാതിരിക്കുക, സ്വത്ത് വാങ്ങുന്നത് വിലക്കുക എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. തുടക്കത്തിൽ സിറിയൻ ജൂതന്മാർക്ക് ഇസ്രയേലിലേക്ക് രക്ഷപ്പെടാൻ ലെബനൻ അവരുടെ പ്രദേശത്തിലൂടെ സ്വതന്ത്രമായി കടന്നുപോകാൻ അനുവദിച്ചിരുന്നു. എന്നാൽ സിറിയൻ സർക്കാർ ജൂതന്മാരുടെ പാസ്പോർട്ടുകൾ കണ്ടുകെട്ടാൻ തുടങ്ങിയതോടെ ഈ മാർഗവും അവസാനിക്കുകയായിരുന്നു. യാത്രാരേഖകളില്ലാതെ അതിർത്തികളിലൂടെ ആളുകളെ അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ലെബനൻ പ്രഖ്യാപിച്ചത്. 1948 1961 ഇടയിൽ ഏകദേശം 5000-ലധികം സിറിയൻ ജൂതന്മാർ ഇസ്രയേലിലേക്ക് തന്നെ അഭയാർത്ഥികളായി എത്തിയിരുന്നു.
സിറിയൻ സർക്കാർ ജൂത ന്യൂനപക്ഷത്തിനെതിരെ നിരവധി നിയന്ത്രണ നിയമങ്ങൾ പാസാക്കിയിരുന്നു. 1948 ജൂത സ്വത്തുകൾ വിൽക്കുന്നത് സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. 1953 എല്ലാ ജൂത ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചത്. ജൂത സ്വത്തുകൾ കണ്ടുകെട്ടി അവരുടെ ഉടമസ്ഥരിൽ നിന്ന് പിടിച്ചെടുത്ത ജൂത ഭവനങ്ങൾ പലസ്തീൻ അഭയാർത്ഥികളെ പാർപ്പിക്കാനാണ് ഉപയോഗിച്ചത്. ഇതിനെല്ലാം പകരം ചോദിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഇസ്രയേലിനും നെതന്യാഹുവിനും ലഭിച്ചിട്ടുള്ളത്. ബഫർ സോണിനുള്ളിലെ ഗ്രാമങ്ങളിൽ വസിക്കുന്ന സിറിയക്കാരെ ഒഴിപ്പിക്കാൻ പദ്ധതിയില്ല എന്ന് സൈനിക ചട്ടങ്ങൾക്കനുസൃതമായി പേര് വെളിപ്പെടുത്തില്ല എന്ന വ്യവസ്ഥയിൽ സംസാരിച്ച ഒരു ഇസ്രയേലി സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. 1967 മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുക്കുകയും പിന്നീട് കൂട്ടിച്ചേർക്കുകയും ചെയ്ത ഗോലാൻ കുന്നുകൾ ഇപ്പോഴും ഇസ്രയേലിന്റെ കൈവശം തന്നെയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.